സാധാരണ ഞങ്ങളെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ വീട്ടിൽ തന്നെ വെറുതെ ഇരിപ്പ പരിപാടി. പക്ഷെ ഇന്ന് എന്തൊക്കെയാണ്, ഇത് രാവിലെ ഞങ്ങൾ പഴങ്കഞ്ഞി കുറിച്ച് എണ്ണീറ്റതുകൊണ്ടാണ് ഭയങ്കര എനർജി ആയിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, വെറുതെ ഒരു ദിവസം കളയണ്ടെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. എന്റെ വീഡിയോ മൊത്തത്തിൽ എന്റെ കസിൻസുമായിട്ടുള്ളൊരു ഫുൾ ഡേ ആണ് കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് രാവിലെ കഴിക്കാൻ പോകുന്ന പഴങ്കഞ്ഞി. അതെ, ഞാൻ ഉറക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പഴങ്കഞ്ഞിയായിട്ടാണ് ഞങ്ങൾ രാവിലെ കഴിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. ചോറ് അധികം വന്നപ്പം എന്നാ പിന്നെ നാളെ രാവിലെ പഴങ്കഞ്ഞി ആക്കാൻ കുറച്ച് എനർജി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. എനിക്കറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. തൈരൊക്കെ നല്ല കട്ടിക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. ഭയങ്കര രുചി ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ കുറച്ച് മുളകും അച്ചാറും എല്ലാം കൂടി ഇട്ട് ഇളക്കി കഴിച്ചിട്ടോ എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോഴേ എനിക്ക് ഒന്നുകൂടെ ചെന്നും കഴിക്കാൻ കൊതിയാവുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ചേട്ടൻ പിന്നെ കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ചുമ്മാ ഒന്ന് കണ്ടു നോക്കും. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ എടുക്കുക, ഇച്ചിരി മീൻചാറും കൊണ്ട് എടുക്കുക, അച്ചാർ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇടുക. ചേട്ടൻ എന്നിട്ട് ഞങ്ങൾക്കൊക്കെ വാരി തന്നിട്ടും വിശപ്പ് മാറാതെ കൊതിയും സഹിക്കാൻ വയ്യാതെ ഞാൻ കുറച്ച് പഴങ്കഞ്ഞിയും കൂടെ എടുത്ത് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് പിന്നെ ഗെയിം കളിക്കാനെങ്കിരുന്നു. ഇവർ അതിന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണ്ണീക്കത്തില്ല. പിന്നെ അഭിരാമ ചേച്ചി വിളിച്ച് കൊണ്ടുവന്ന് മനീഷേട്ടന് ഒരു ഡാൻസ് ഒക്കെ പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അതിന്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്റെ ചാനലിൽ, നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി. രസമായിരുന്നു. എന്നിട്ട് ആ പ്ലാൻ എന്തായാലും നടക്കത്തില്ല എന്ന് കണ്ടപ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കാന്നുള്ള പ്ലാനിലെത്തി. ഞങ്ങൾ കുറച്ചു നേരം എവിടെങ്കിലും ഒരു നല്ല എന്തെങ്കിലും ഒരു പാടത്തോ അങ്ങനെ എവിടെങ്കിലും പോയി 2-3 വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും സന്ധ്യയായി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ സത്യം പറഞ്ഞ ഈ ദൈവത്തിന്റെ മതത്തിന്റെ ഒന്നും വലിയ ഫാനൊന്നും അല്ല. എന്നാലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ആംബിയൻസിലോട്ടൊക്കെ പോകുന്നത് ഭയങ്കര അടിപൊളിയാണെന്ന് തോന്നിയിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ പോയി. നല്ല രസമായിരുന്നു. ഇറങ്ങുന്ന ടൈമിൽ ഞങ്ങളൊരു ഡാൻസ് പഠിക്കാനൊക്കെ അതിന്റെ ഇടയ്ക്ക് ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ചേട്ടന്മാരൊക്കെ എന്നെ കളിയാക്കരുത്. ഞാൻ സത്യം പറഞ്ഞ വർഷങ്ങളായി അമ്പലത്തിൽ പോയിട്ട് തന്നെ. ഞാനൊന്നും അഹങ്കാരമായിട്ട് പറയുന്നില്ല കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണല്ലോ വിശ്വാസം വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് റിയലൈസ് ചെയ്ത് മാറി അങ്ങനെ ഒരു രീതിക്കായിരുന്നു കേട്ടോ. പോകുന്ന വഴി ആ ഡാൻസ് കളിക്കാൻ പറ്റാഞ്ഞതിന്റെ വിഷമത്തിൽ ഞങ്ങൾ അവിടെ കണ്ടൊരു മൾബറിയൊക്കെ പറിച്ചങ്ങ് തിന്ന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഡെസ്റ്റിനേഷൻ പിടിക്കാന്ന് വെച്ചു. ഇനി നിന്ന് കഴിഞ്ഞാൽ സൂര്യൻ ഇതിന്റെ പാട് നോക്കി അങ്ങ് ഞങ്ങൾ 5 പേര് കാറിലും പിന്നെ മഹേഷേട്ടനും സൂര്യചേട്ടനും കൂട്ടറിലായിട്ടാണ് കേട്ടോ വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോർട്സ് എന്തെങ്കിലും എടുക്കാന്നുള്ള മൈൻഡിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ടൊന്നും എടുത്തില്ല. അതായത് ഈ ചില വീഡിയോസ് ഒക്കെ ഭയങ്കര സൂം ആയിട്ടിരിക്കുന്നത് പോലെ തോന്നുന്നത്. ഇത് ഞങ്ങളൊരു അമ്പലം കണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇനി പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെയിൻ സ്പോട്ടിലേക്ക് എത്തി കേട്ടോ. ഞങ്ങൾ ഇതുവരെ ഞാനെപ്പോഴും ഈ വഴി വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഈ വഴി എപ്പോഴും വരുന്നതെന്നുണ്ടെങ്കിലും ഈ അമ്പലം ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഭയങ്കര പച്ചപ്പ് നിറഞ്ഞൊരു ആംബിയൻസിൽ നല്ല കിടിലൊരു അമ്പലം, ചെറിയൊരു അമ്പലം. നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്ന് സമാധാനമായിട്ട് കുറച്ച് നേരം പീസ്ഫുൾ ആയിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്ഥലം കേട്ടോ. ഞങ്ങൾ 4 പേരും അകത്തൊക്കെ കയറി പ്രസാദമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എന്നിട്ട് എല്ലാവരും ചുമ്മാ ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടൊക്കെ കൊടുത്തു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇത്രയും പേരും കൂടെ ആദ്യമായിട്ടാണ് തോന്നുന്നു അമ്പലത്തിലൊക്കെ പോകുന്നത്. ഈ ചന്ദനമൊക്കെ തൊടുമ്പോൾ തന്നെ നമുക്ക് എന്ത് തല മൊത്തം തണുക്കുമെന്ന് പറയുന്നത് എന്ത് സത്യമാണ്. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നമുക്ക് നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. ചേട്ടൻ്റെ ചേച്ചിയുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടോണ്ട് പെട്ടെന്ന് വിളിച്ച് കാണിച്ച് പൂമ്പാറ്റ എന്നും പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. മറ്റേ പ്രേമ സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്ന ആ സെയിം പൂമ്പാറ്റയുടെ 3-4 എണ്ണം അതിന്റെയൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേച്ചിയുടെയും ചേട്ടൻ്റെയൊക്കെ റീൽസും വീഡിയോസും ഒക്കെ എടുക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരു 5-6 പേരുണ്ടായിരുന്നോണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും കൂട്ടത്തിൽ ചിന്തി ചേച്ചിയും കൂടെ വേണ്ടതാണ്. പക്ഷെ ചേച്ചി ഇപ്പൊ കുഞ്ഞൊക്കെ ആയിട്ട് വീട്ടിൽ ലോക്കായിട്ടിരിക്കും കേട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കസിൻസ് എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ അല്ലാതെ ചുമ്മാ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. അങ്ങനെ ഞങ്ങൾ വന്ന മെയിൻ കാര്യത്തിലേക്ക് കടന്നു. അഭിരാമ ചേച്ചിയുടെ ഡാൻസ് ഇത് റീലൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചേച്ചിയുടെ അക്കൗണ്ടിൽ. രസമായിരുന്നു. അതും കൂടെ ആയപ്പോഴത്തേക്കും മൊത്തത്തിൽ ആ ഒരു വൈബ് അങ്ങ് സെറ്റായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്യാമറ സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും കൊണ്ടുവന്നില്ല, ഞങ്ങളുടെ കാറിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം സ്വാതി അത് ഓർത്തത്, ആ സ്റ്റാൻഡ് ഉണ്ടല്ലോ നമുക്ക് എന്നാൽ പിന്നെ ഒരു വീഡിയോ ഫോട്ടോ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ തുടങ്ങി. പിന്നെ ഞങ്ങൾ ചുമ്മാ ആൽത്തറയിലിരുന്ന് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ അഭിനയങ്ങൾ അഭിനയിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്ന് ആണെങ്കിലും എല്ലാരും കൂടെ അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ച് കളിച്ച് തിരിച്ചൊക്കെ ഇരുന്നപ്പം പണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമല ചേച്ചിയുടെയും
ചേട്ടന്റെ ഒരു കപ്പിൾ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കപ്പിൾ ഡാൻസ് അല്ല, ഞങ്ങൾ എന്തെങ്കിലും റീൽ എന്നാ പിന്നെ അവരുടെ ചെയ്യാന്ന് പറഞ്ഞാൽ അവരോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോ ചേച്ചി എന്തൊക്കെയോ കിടന്ന് കാണിച്ചു കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വെട്ടമൊക്കെ കുറഞ്ഞ് നല്ല ഇരുട്ടിയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ എന്നാ പിന്നെ പോകാം എന്നുള്ള മൂടായി എല്ലാവരും. എന്തായാലും കുറച്ച് നല്ല ടൈം ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ അവിടെ ഇരുന്ന് പോസ്റ്റ് ആയി. അതിനെക്കാട്ടി കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ അമ്പലത്തിലൊക്കെ ഒരുങ്ങി വന്നതും ഇതൊക്കെ എന്തായാലും പെട്ടെന്നൊന്നും മറക്കത്തില്ല. അങ്ങനെ കുറച്ച് നല്ല മെമ്മറീസ് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോകാന്നുള്ള പ്ലാനിലായി. ഞങ്ങൾ പിന്നെ കാറി കയറിയ കച്ചേരി അങ്ങോട്ടങ്ങ് തുടങ്ങി. ഞങ്ങൾ എപ്പോൾ കാറി കയറിയാലും എന്തെങ്കിലുമൊക്കെ പാട്ട് വെച്ചത് പാടിക്കൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് പാട്ട് പാടൽ കൂടുതലാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറി ഡോർ അടച്ച് അപ്പം തുടങ്ങും പാട്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ പുത്തൻകുരിശുള്ള കാപ്പി കോർണറിലെത്തി കേട്ടോ. അവിടെ നല്ല വൈബ് ഉണ്ടായിരുന്നേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതെന്ത് പുതിയതായിട്ട് തുടങ്ങിയ കടയാന്നാ പറഞ്ഞത്, എനിക്കറിയില്ല കറക്റ്റ്. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട് സൈഡിൽ. അല്ലാതെ തന്നെ ഭയങ്കര അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നല്ല പാട്ടും നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെച്ച് അവിടെയും നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഇന്നത്തെ ദിവസം രാവിലെ എണ്ണിട്ടിടന്നിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നിട്ട് അവിടുന്ന് ചായയും പരിപ്പുവടയും പഴംപൊരിയൊക്കെ എണ്ണവില്ലാതെ മേടിച്ച് കഴിച്ചിട്ടാണ് തിരിച്ചു പോയപ്പോഴും ഞങ്ങൾ കുറച്ച് കച്ചേരിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കുറച്ച് ചോറ് കൂടെ കഴിച്ചിട്ട് കയറി കിടന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.